100 മില്യൺ മരണം ഒരു വർഷം ആന്റിബയോട്ടിക് ഫലിക്കാത്തതിന്റെ പേരിൽ സംഭവിക്കുന്നതാണ് പറയുന്നത്. ലാൻസെറ്റിൽ വരുന്ന സ്റ്റഡികളൊക്കെ പ്രകാരം ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് അടുത്ത ഒരു 25 വർഷത്തിനുള്ളിൽ ഏകദേശം 1.2 മില്യൺ ജനങ്ങളാണ് ഒരു വർഷം ആന്റിബയോട്ടിക്കുകൾ ഫലിക്കാത്തത്. അതുപോലെ 1.2 മില്യൺ ആണ് ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എങ്കിൽ 2050 കൂടി അത് 100 മില്യൺ ആകും. 100 മില്യൺ മരണം ഒരു വർഷം ആന്റിബയോട്ടിക് ഫലിക്കാത്തതിന്റെ പേരിൽ സംഭവിക്കുന്നതാണ് പറയുന്നത്. ഡോക്ടർക്ക് എന്താ തോന്നുന്നത്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒരു ഗ്ലോബലി ഹാപ്പൻ ചെയ്യുന്ന ഒരു സൈലന്റ് പാൻഡമിക് ആണ്. ഒരു പക്ഷേ കോവിഡിനേക്കാളും വലിയ പാൻഡമിക് അല്ലേ സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ജനങ്ങൾ ആന്റിബയോട്ടിക്കും മറ്റു ഗുളികകളും ഒരുപോലെയാണ് കഴിക്കുന്നത്. അതായത് ഒരു പാരസെറ്റമോൾ കഴിക്കുന്ന അതേ ലാഘവത്തിലാണ് ആളുകൾ ആന്റിബയോട്ടിക് ആന്റിബയോട്ടിക് കഴിക്കുന്നത്. ഒരു പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് അങ്ങ് ഓടുക, എന്നിട്ട് പനിയുടെ ഗുളിക ഒരു 3 ഗുളിക തരാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു ട്രെൻഡ്. ഒരുപക്ഷെ ഇതേ ഫെസിലിറ്റി ഒരു ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് മണി നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടും.